ഹേ ഗായ്സ്, അപ്പോൾ ഡേ 2 ഇൻ ബോൺമൗത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പോണ ലൊക്കേഷൻ ഓൾഡ് ഹാരി റോക്സ് എന്ന സ്ഥലത്താണ്. അവിടെ ജസ്റ്റ് മൗണ്ടെയ്ൻസ്, ഒരു ഹൈക്കിങ്, അതാണ് ഇന്നത്തെ പ്ലാൻ. ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ അവിടെ ചേർത്തിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. ഇതാണ്, നമുക്ക് മുന്നേ വേറൊരു ബസ് ഉണ്ടായിരുന്നു. അതാണ് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പോകുന്നത് അസ്തയിലുള്ള മെക്ഡിയിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ മെക്ഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. ചെറിയ ബർഗറും ഒരു ജ്യൂസൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സ്വാനേജ് എന്ന് പറഞ്ഞ മെയിൻ ലൊക്കേഷൻ്റെ പേര്. അപ്പോൾ അവിടെ ഡബിൾ ഡെക്കർ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുന്നത്. അപ്പോൾ ബസ്സിൽ കയറി, അപ്പോൾ കുറച്ച് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ നേരെ ബാക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സീറ്റിലേക്ക് കയറി ഇരുന്നു. നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ട്സ് ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരാണ് വഴിയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നേരെ കയറി ബസ്സിലിരുന്നു. ബസ് ഇപ്പോൾ തന്നെ പോവും. അപ്പോൾ അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുൾ തിരക്കായിരുന്നു. ചില ആൾക്കാർ താഴേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്ലോറിൽ. അപ്പോൾ ഫുൾ തിരക്കാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയോണ്ട് തന്നെ വെതറൊക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെ പോണ വഴിയൊക്കെ നല്ല നൈസായിരുന്നു. നമ്മൾ പോകുന്നത് ഒരു സിറ്റി കൂടെ ആണെങ്കിലും ബട്ട് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു പ്ലേസാണിത്. അത്യാവശ്യം കുറച്ച് പോഷ് ഏരിയ കാര്യങ്ങളൊക്കെയാണിത്. നമുക്ക് ഇവിടുത്തെ വീടുകളൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പോണ വഴി ഓരോ സൈഡുകളൊക്കെ ഫുൾ കടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കാണാനും ഭയങ്കര അടിപൊളിയാണ്. വീടുകളാണെങ്കിലും റോഡ്സൊക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു സീയുടെ അടുത്തേക്കിടെയുള്ള റോട്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരു സൈഡ് സീയും ഒരു സൈഡ് റെസിഡൻഷ്യൽ ഏരിയ ആണിത്. സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ആ ഒരു സൈക്ലിങ് ആയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾക്ക് കുറേ ആൾക്കാരെ കാണാം. ചിലർ അവരുടെ ക്യാമ്പർ വാനുകളിലൊക്കെ ടെൻ്റ് ആയിട്ട് വരുന്നത് കാണാം, സ്റ്റേ അടിച്ചിട്ട്. അങ്ങനെ ഇവിടുന്ന് നമുക്ക് ഫെറി വഴിയാണ് ഇനി അടുത്ത ഐലൻഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ബസ് നേരെ ഫെറി ഇട്ട് കയറി.
ഫെറി കയറിയിട്ട് നമുക്കൊരു ലെസ് ദാൻ ഒരു 10 മിനിറ്റ്സിൻ്റെ ട്രാവലുള്ളൂ അപ്പുറ സ്ഥലത്തേട്ട്. അപ്പോൾ നമ്മൾ ഫെറിയിൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഇതുപോലെ തന്നെ സ്വാനേജിലേക്ക് പോകുന്നുണ്ട്. അവർ കാറിലും സൈക്കിളിലും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫെറി ഇറങ്ങിയിട്ട് നേരെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഒരു വാലി ഏരിയക്കിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഫുൾ ഷീപ്പുകളും കൗവും ഹോഴ്സ്, ഇതിനെ കുറച്ച് ഫാമുകളും അവരൊക്കെ പുറത്ത് വിട്ടേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ബസ് എത്ര ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് പോകാനുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു വില്ലേജ് ഏരിയ ആണ്, വലിയ സിറ്റിയും കാര്യങ്ങളല്ല, എന്നാലും അടിപൊളിയാണ്. ഇവിടെ ഒരു ഓൾഡ് ടൗൺ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നേരെ ഇനിയിപ്പോൾ ഇതാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇടയ്ക്കാണ് ഇവിടെ വീക്കെൻഡ്സ്
വീക്ക് ഡേയ്സ് അങ്ങനെ ചില ഒരു പർട്ടിക്കുലർ ടൈമിങ്സിൽ മാത്രമാണ് അവിടെ ട്രെയിൻ ഉള്ളൂ. നമ്മൾ കുറച്ച് ട്രക്ക് ചെയ്യേണ്ടതെന്ന് തന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങാനായിട്ട് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ ഇവിടുന്ന് ഒരു കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു ടാക്സി ഹയർ ചെയ്തു. ടാക്സിയിൽ നമ്മൾ നേരെ ഓൾഡ് ഹാരിയിട്ട് പോവാണ്. അങ്ങനെ ബാക്കി സ്ഥലത്തേക്ക് ബസ്സിലെത്തി ഞങ്ങൾ പിന്നെ നമ്മൾ ഓൾഡ് ഹാരിയിലേക്ക് എത്തി. ഇവിടുന്ന് ഒരു 1 മൈലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ വാഷ്റൂമിലും കാര്യങ്ങളൊക്കെ പോയിട്ട് നേരെ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 മൈലാണ് നമ്മൾ ബോഡി കാണിച്ചത്. നമുക്ക് അങ്ങോട്ട് നടക്കേണ്ടതായിട്ടുള്ള ക്ലൈമറ്റ് അടിപൊളിയായിട്ട് തന്നെ അധികം ചൂടില്ല, പക്ഷെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. താഴെ കുറേ ആൾക്കാർ ആ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്ലിഫിലെത്തി. നമ്മളെപ്പോലെ കുറേ കാര്യം അടിപൊളി ഫോട്ടോസും കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ക്ലിഫ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഇതിൻ്റെ നാച്ചുറലി ഇത് ഉണ്ടായി വന്ന ഒരു ക്ലിഫാണ്. താഴെ ലൈം സ്റ്റോൺ മണ്ണൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ എൻഡിലേക്ക് നമ്മൾ പോയി നോക്കിയിട്ടുണ്ട്, കാരണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. നമ്മൾ അവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേട്ട് പോവുകയാണ്. നമുക്ക് ഇനിയും ട്രക്ക് ചെയ്യുന്നതായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെത്തി. അങ്ങനെ നമ്മൾ നാഷണൽ ട്രസ്റ്റിൻ്റെ ഓൾഡ് ഹാരി റോക്സിൻ്റെ അടുത്ത് എൻഡിലെത്തി. ഇവിടെ കുറച്ച് വാർണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിഫ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ക്ലിഫിൻ്റെ എൻഡിലേക്ക് പോകരുതെന്ന്. ക്ലിഫിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. താഴെ ബ്ലൂ കളറിലായിരുന്നു സീ ഉണ്ടായിരുന്നത്. ചെറുതായിട്ട് തിരയും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഡ്രോൺ ഫുട്ടേജുകളൊക്കെ എടുക്കാൻ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാണ്. കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ക്ലിഫിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് വാർണിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്തോട്ട് പോകരുത്, അപ്പോൾ ആണെങ്കിലും ക്ലിഫ് ബ്രേക്ക് ഡൗൺ ആയി താഴത്തോട്ട് പോവാം. അതൊരു വലിയൊരു ഡിസാസ്റ്ററിലേക്ക് പോകുന്നൊക്കെ ഉള്ളത്. നമ്മൾ ചെന്ന ഡേ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് തന്നെ വിസിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റി.
ഇവിടെ നമ്മൾ കുറേ അധികം നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. കാരണം ഈ ഒരു ക്ലിഫിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് തിരിച്ച് നേരെ പോവാണ്. സെയിം വേ തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അതിന് നമ്മൾ വരുന്ന വഴി കുറേ പബ്സും കാര്യങ്ങൾ റെസ്റ്റോറൻറ്റൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയും വരുന്നുണ്ട്, പേഴ്സണൽ വെഹിക്കിൾസിലും വരുന്നുണ്ട്. നമ്മൾ അടുത്ത നെക്സ്റ്റ് പോകുന്നത് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലെത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ് എത്തി. നമ്മൾ ബസ്സിൽ കയറി സെയിം വന്ന വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്കിനി ഫെറിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് നേരെ ബോൺമൗത്തിലേക്ക് എത്തണം. അങ്ങനെ നമ്മൾ ബസ് കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ബോൺമൗത്തിൽ ബസ് സ്റ്റേഷനിൽ. നമ്മൾ എൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ച് നേരെ അപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ നേരെ ഇനി റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.